ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂടെയൊക്കെ നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദേവി ഭയങ്കരമായിട്ട് അഭിനയിക്കുക കേട്ടോ. മീനു മിത്ര നോക്കിക്കേ, മീനുവിന്റെ റൂം അടിച്ചു വരിയപ്പോഴേക്കും അലമാരുടെ ഇടയിൽ കിടക്കണ്ടായിരുന്ന 3-4 പേപ്പർ, ഇത് ആവശ്യമുള്ള പേപ്പറാണോ അല്ലെങ്കിൽ കത്തിച്ചു കളയാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് മിത്ര ആ പേപ്പർ വാങ്ങിച്ച് നോക്കുമ്പോഴൊക്കെയാണ് മിത്ര ഞെട്ടിപ്പോണത്. അതിലൊരു ആ പേപ്പറിൽ കൂടുതൽ ഒരു പേപ്പർ നമ്മുടെ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ ആട്ടോ. അത് കാണുന്നത് നമ്മുടെ മിത്ര മീനാക്ഷി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. മീനാക്ഷി ഓടി വരുന്നുണ്ട്. എന്താ ചോദിക്കുമ്പോഴേക്കും മീനാക്ഷി ഇത് നോക്കിയെന്ന് പറഞ്ഞ് കൊടുക്കാണ്. മീനാക്ഷി ഭയങ്കര ഒരു അപ്സെറ്റ് ആയിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല. വാക്കുകളൊക്കെ ഇങ്ങനെ നിന്നു പോകുന്ന ഒരു അവസ്ഥ. മീനാക്ഷി കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് നമ്മുടെ ദേവി ചോദിക്കണ്ട, എന്താ മീനാക്ഷി എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി കണ്ണ് നിറയാണ്ട് പറഞ്ഞു, അമ്മ എനിക്ക് ആ പേപ്പർ കിട്ടി, അമ്മേ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കിട്ടിയതേ, ഇതാ പേപ്പർ എന്ന് പറയാണ്. അപ്പൊ ദേവി പേപ്പർ വാങ്ങിക്കട്ടെ. ആഹാ, ഇതാണ് മുഖ്യമന്ത്രി സൈൻ ഇട്ട പേപ്പർ. മുഖ്യമന്ത്രിനെ കാണാൻ പറ്റാറില്ല, ആ സൈൻ എങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി ഇനെ മേടിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ മിത്രയുടെ ചോദിക്കണ്ട് മീനാക്ഷി, മിത്ര ഈ പേപ്പർ നിനക്ക് ഇത് എവിടെന്നാ കിട്ടിയത്? എന്റെ ജീവനാണ് ഈ പേപ്പർ, എന്റെ ജീവിതമാണ് ഈ പേപ്പർ, നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോ, അയ്യോ ഇത് എനിക്ക് കിട്ടിയ പേപ്പർ അല്ല. ദേവി എടുത്തി മീനാക്ഷി എടുത്തിട്ട് റൂമിൽ അടിച്ചു സമയത്ത് അലമാരുടെ ഇടയിൽ കിടക്കണ്ടായ പേപ്പറിന്റെ കൂട്ടത്തിൽ കിടക്കണ്ടായ പേപ്പറാ. ആണോ ദേവി എടുത്തി? അതേന്നേ, 5 മിനിറ്റ് കൂടി കഴിയുന്നെങ്കിൽ ഞാൻ ഈ പേപ്പർ എല്ലാം കത്തിച്ചു കളഞ്ഞാനായിരുന്നു എന്ന് ദേവി ഒരു നിഷ്കളങ്കമായിട്ട് പറയുമ്പോൾ മീനാക്ഷി ഓടിപ്പോയി ദേവിനെ കെട്ടിപ്പിടിക്കട്ടോ. ദേവിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ആ പേപ്പർ കണ്ടുപിടിച്ച് മീനാക്ഷി കൊടുത്തപ്പോ മീനാക്ഷിയുടെ ഒരു സന്തോഷം. അപ്പോഴേക്കും നമ്മുടെ ദേവിയും തിരിച്ച് മീനാക്ഷിയെ കെട്ടിപ്പിടിക്കാൻ രണ്ടുപേരും കൂട്ടക്കരച്ചിലാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഗോമതി മിത്രക്കാരെ പിടിച്ച് മാറ്റുന്നുണ്ട്. നിങ്ങൾ എന്താ മക്കളെ എങ്ങനെയാന്ന് പറയുമ്പോ, ഒന്നുമില്ല അമ്മേ. ദേവി പറഞ്ഞു, ഒന്നുമില്ല അമ്മ, മീനാക്ഷിയുടെ സങ്കടം വന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം, ഇവളെന്റെ അനിയത്ത് തന്നെയല്ലേ, ഇവളെ വിഷമിക്കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും എന്റെ കയ്യിൽ തന്നെ ദൈവം ആ പേപ്പർ അവസാനം കൊണ്ട് എത്തിച്ചല്ലോ, അത് ഓർത്തിട്ട് ഞാൻ കരഞ്ഞതെന്ന് ദേവി പറയുമ്പോ മീനാക്ഷി പറയണ്ട്, ദേവിയെടുത്ത് ഇതിൽ ഞാൻ ദേവിയെടുത്തേക്ക് എപ്പോഴും കടപ്പെട്ടവളായിരിക്കും. ദേവിയെടുത്ത് ഇപ്പൊ ഇത് ചെയ്തില്ല, അടിച്ചു വാരിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചക്ക് മുമ്പ് 12 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറാണ് ഇത്. ഇപ്പൊ സമയം 10 മണിയായി. ഇത് 12 മണിക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് പേപ്പർ കിട്ടണമെങ്കിൽ പോലും ഒരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും എനിക്ക് ജോലിയിൽ നിന്ന് പോകേണ്ടി വരും. മാത്രം ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകും, നാണക്കേടും ആകും. കുടുംബത്തിന് നാണക്കേട്, എനിക്ക് നാണക്കേട്, സമൂഹത്തിന് നാണക്കേടൊക്കെ ആവും. 12 മണിക്ക് മുമ്പ് കറക്റ്റ് ആയിട്ട് ദേവിയെടുത്തി ആയതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഒരിക്കലും എനിത് മറക്കില്ല ദേവിയെടുത്തി. വേറെ എന്തൊക്കെ മറന്നാലും ഇത് ഞാൻ മറക്കില്ല, ദേവിയെടുത്തിനെ ഒരിക്കലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറയാണ്. മീനാക്ഷി, നീ ഇത്ര വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട. ഒരു പേപ്പർ അതിനാണ് അടിച്ചൊരു സമയത്ത് കിട്ടി തന്നു. ഇപ്പൊ ഞാനല്ല, ചിലപ്പോ അമ്മ അടിച്ചു വാരും, മിത്ര അടിച്ചു വാരും, ചിലപ്പോ മീനാക്ഷി അടിച്ചു വാരും, ഈ പേപ്പർ കിട്ടുമായിരിക്കും ദേവിയെടുത്തി. പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കിട്ടേണ്ട സമയത്ത് തന്നെ എനിക്ക് കിട്ടിയില്ല. അതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണം. അപ്പൊ ആകാശ് വരുന്നുണ്ട്. ആകാശ് ഇത് കണ്ടു, ആകാശ് പേപ്പർ കിട്ടി ആകാശ് എന്നൊക്കെ പറയാണ്. കിട്ടിയോ? ഇത് എവിടെ നിന്ന് കിട്ടി? ദേവിയെടുത്ത് അടിച്ചു വരുന്ന സമയത്ത് കൂട്ടത്തിൽ ഉണ്ടായതാണ് അത്ര. ഹാവൂ, സമാധാനേ. ദേവിയെടുത്ത് എന്നാലും കറക്റ്റ് സമയത്തിന് അടിച്ചു വരായിട്ട് പേപ്പർ കിട്ടിയെന്ന് പറയുമ്പോ നമ്മുടെ ബാലൻ, ദേവി മോളെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്. എല്ലാ മോളെ, അപ്പൊ നീയാണോ ഇന്നലെ രാത്രി എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവി ഇങ്ങനെ പറയണ്ട്, അച്ഛ ഒന്ന് പതുക്കെ പറ, ഇനിയിപ്പൊ നമ്മൾ പറയണത് ആരും കേട്ടിട്ട് പ്രശ്നമാവണ്ട, അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നു പറയാണ്. അല്ല, ഇന്നലെ രാത്രി നീയാണോ മതിൽ കടന്ന്? അതെ, ഞാൻ തന്നെയാണ്. പിന്നെ ആ പേപ്പർ എങ്ങനെ ഇവിടെ കിട്ടാനാ? ഓ, വലിയ സാഹസം തന്നെയാ മോളെ നീ ചെയ്തത്. നീ അങ്ങനെ ചെയ്തത് നന്നായി. ഇന്നെന്തായാലും മീനാക്ഷിയുടെ സന്തോഷം കണ്ടില്ലേ? നമ്മൾ ചെയ്ത ചെറിയൊരു തെറ്റ് കാരണം മീനാക്ഷി അനുഭവിക്കുന്ന ആ ഒരു ഇത് മാത്രമല്ല, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു മീനാക്ഷി എന്തൊരു അബദ്ധം കാണിക്കുമെന്ന്. കാരണം അവളുടെ ഫേസ് ഒക്കെ കണ്ടായിരുന്നു മോളെ. ഇന്ന് അവൾക്ക് എന്തൊക്കെയോ ഒരു നിശ്ചയിച്ച പോലെ, അഥവാ അവളെ ജോലിയിൽ പറഞ്ഞു വിട്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും നീ നമ്മുടെ കുടുംബത്തിന് മാനം കാത്തു. എന്തോ അബദ്ധവശ ആ പേപ്പർ ചുരുട്ടിക്കളഞ്ഞെങ്കിലും നീ തന്നെ അത് കണ്ടുപിടിച്ചു കൊടുത്തല്ലോ, അതെന്നെ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവണം. മീനാക്ഷി വീണ്ടും ആ പേപ്പറായിട്ട് ജോലിക്ക് പോവാണ്. പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട മീനാക്ഷിക്ക് അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ അഭിനന്ദനം കിട്ടുമ്പോൾ മാലയൊക്കെ കിട്ടുന്നുണ്ട്. മീനാക്ഷി അത് വീട്ടിൽ വന്നിട്ട് ദേവിയുടെ കഴുത്തിലായിട്ട് ഇട്ട് കൊടുക്കണത്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ദിവസങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ധർമ്മന്റെ കല്യാണം വരുന്നത്. അപ്പൊ ധർമ്മന് ഒരു പെണ്ണ വരുന്നുണ്ട്. അതായത് ഒരു പെണ്ണ് ആലോചിക്കും കേട്ടോ. അത് വിവാഹ സമയത്ത് മുടങ്ങിപ്പോകും. ആ പെണ്ണ് വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോകും. അപ്പൊ വേറൊരു പെണ്ണ് മുഹൂർത്ത സമയത്ത് വേറെ ആരെങ്കിലും കല്യാണം കഴിപ്പിക്കണമല്ലോ. അങ്ങനെയാണ് ഈ വേറൊരു പെണ്ണ്, അതായത് ഞാൻ പറഞ്ഞു ഒരു ഭയങ്കര സാധാരണ ആ ക്യാരക്ടർ, ഭയങ്കര പോസിറ്റീവ്നെസ്സും, അതായത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സും അതുപോലെ തന്നെ ദൈവമംഗലം ഒക്കെ അടിച്ചു മാറ്റാൻ നടക്കുന്ന ഒരു പെണ്ണാണ് കേട്ടോ. അപ്പൊ ആ പെണ്ണാണ് പിന്നെ ധർമ്മന്റെ കല്യാണം കഴിക്കണതും ധർമ്മന്റെ ജീവിതത്തിലേക്ക് വരുന്നതും. പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ കല്യാണ സമയത്ത് ധർമ്മന്റെ വിവാഹമല്ലേ, കുറച്ച് പണവും കാര്യങ്ങളൊക്കെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ നടത്തണം. അതായത് അപ്പുറത്തെ കൃഷ്ണമംഗലംകാര് കണ്ണ് തളന്ന രീതിയിലേക്ക് വേണം വിവാഹം നടത്താനായിട്ട്. കാരണം അവര് നടത്തായിരുന്നെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ട് നടത്തുമായിരുന്നു എന്നൊരിക്കലും അവർ പറയാൻ പാടില്ല. അത്ര ഗംഭീരമായിട്ട് വിവാഹം നടത്തണമെന്ന് ബാലിന് നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദിന് വിവാഹം നടത്തിയത് എങ്ങനെയാണോ അതിനേക്കാളും അപ്പുറമാണ് ബാലിന് അലങ്കാരവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒത്തിരി പണത്തിന്റെ ആവശ്യം വരുന്നുണ്ട്.
ആ സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പൊ മീനാക്ഷിയുടെ കയ്യിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലുണ്ട്. മീനാക്ഷി സഹായിക്കുന്നുണ്ട്. മിത്രയുടെ കയ്യിലും പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണം ഒട്ടും ഇല്ലാത്തത് നമ്മുടെ ദേവിയുടെയും ആനന്ദിന്റെ കയ്യിൽ തന്നെയാട്ടോ പണം ഒന്നും ഇല്ലാത്തത്. അപ്പൊ അങ്ങനെ ആനന്ദാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവി എടുത്ത് പറയുന്നുണ്ട്, ദേവി എന്റെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല, നീ എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കാവെന്ന് ചോദിക്കാണ്. ഞാനെങ്ങനെ സഹായിക്കാനാണ്, എന്റെ കയ്യിലും പണമൊന്നുമില്ലല്ലോ, ഞാൻ ജോലിക്കൊന്നും പോണില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലെന്ന് പറയാണ്. അല്ല, പണമായിട്ട് നമുക്ക് വേണ്ട, എന്തെങ്കിലും ഗോൾഡോ കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കാര്യങ്ങളോ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സഹായമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ആനന്ദേട്ട, അത് എന്താ ദേവിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ മാമന്റെ കല്യാണം നടക്കുന്ന പണം കൊടുക്കുന്നതില്? അയ്യോ എനിക്കെന്ത് ബുദ്ധിമുട്ടാ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മാമന്റെ വിവാഹം നടക്കണം എന്നുള്ളത് എന്റെയും കൂടി ആഗ്രഹമാണല്ലോ. അപ്പൊ ദേവി ഒരു സഹായം ചെയ്യും, ഒരു 2 പവന്റെ മാല അല്ലെങ്കിൽ 2 പവന്റെ വള അത് മാത്രം മതി, അതൊന്ന് തരുവാണെങ്കിൽ ഞാനത് പണയം വെച്ചോ എന്തെങ്കിലും പണം എടുക്കാം, എന്നിട്ട് 2-3 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ആ വള എടുക്കാം അല്ലെങ്കിൽ ആ മാല എടുക്കാം എന്നൊക്കെ പറയാട്ടോ. ആ സമയത്ത് ആനന്ദ് പറയുമ്പോഴേക്കും ദേവിക്കാണെങ്കിൽ മാമന്റെ വിവാഹം നടത്തുകയും വേണം. പക്ഷെ ദേവിയുടെ അത്ര 50-60 പവനിൽ നിന്ന് 1 പവൻ പോലും തരാൻ പോലും വയ്യ. ആനന്ദ് ശരിക്കും മനസ്സ് വേദനിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആനന്ദ് പറയുന്നുണ്ട്, അപ്പൊ നീ നിന്റെ സ്വർണ്ണോ ആർക്കും വിട്ടുകൊടുക്കില്ലല്ലേ, ഞാനത് വേർതിരിവ് നിനക്ക് ഉണ്ടല്ലേ, അപ്പൊ എനിക്കൊരു ആവശ്യം വന്നാൽ പോലും നീ എന്നെ സഹായിക്കില്ലല്ലേ അല്ലേ ദേവി? ഇപ്പൊ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൈ നീട്ടി എന്തുമാത്രം സഹായിക്കുമായിരുന്നു അറിയാവോ എന്നൊക്കെ ചോദിക്കാണ്. ദേവി പറയണ്ട, അയ്യോ ആനന്ദേട്ടന് പൈസ വരെ വിടുന്നത്, അത് എങ്ങനെയെങ്കിലൊക്കെ തരാന്ന് പറയാണ്. അങ്ങനെ ആനന്ദ് പറയണ്ട, എനിക്ക് വേണ്ട നിന്റെ പൈസയും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരിക്കും പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നീടാണെന്നുണ്ടെങ്കിൽ ആനന്ദ് പിന്നെ ദേവിയുടെ ഒരു ദേവിക്ക് താൻ ഇത്രയും വളരെ വലിയ കാര്യം പറഞ്ഞിട്ടൊന്നും ദേവിക്ക് ഒരു അനക്കവും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആനന്ദിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സെയിം പോലെ തന്നെ തെലുങ്കിലും ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. പക്ഷെ തെലുങ്കിൽ വെച്ചാൽ നമ്മുടെ ദേവിയുടെ ഈ ഒരു ആഭരണം ദേവി അറിയാതെ ജസ്റ്റ് ഒരു 2 ദിവസത്തേക്ക് മറിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ ആനന്ദ് കുറച്ച് പണം കൂട്ടുകാരന് കടം മേടിച്ചിട്ടുണ്ട് വീട്ടിലെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പൊ കൂട്ടുകാരൻ പണം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആനന്ദിനെങ്കിൽ പണവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ആനന്ദിന് എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ ഭാര്യയുടെ ആഭരണം എന്ന് പറഞ്ഞാൽ തന്റെയും കൂടി അവകാശപ്പെട്ടതാണല്ലോ, തനിക്ക് കൂടി അവകാശപ്പെട്ടാണല്ലോ, ഒരു ആവശ്യം വരുമ്പോൾ പരസ്പരം സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് ആനന്ദ് വിചാരിക്കണം. അങ്ങനെ ആനന്ദാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവിയുടെ ഒരു വള എടുക്കാട്ടോ. അതിനുശേഷം ആനന്ദ വലത്ത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഈശ്വരൻ ഞാനിങ്ങനെ ചെയ്യാൻ ആദ്യത്തെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണത് പറയാണ്ട് കിടക്കുന്നത് ഒരു കള്ളത്തരം തന്നെയല്ലേ. പക്ഷെ സാരില്ല, അവളെന്തായാലും ഇത് ഇടാറൊന്നുമില്ല, 2 ദിവസം കൊണ്ട് ഇതെന്തായാലും തിരിച്ചു വെക്കണം. കടയിൽ ചരക്ക് വരുമല്ലോ, ചരക്ക് വരുമ്പോഴേക്കും പണം എടുത്തിട്ട് ഈ വള എടുത്തിട്ട് ഇവിടെ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് ആ വള എടുക്കുവാട്ടോ. പക്ഷെ ആനന്ദിന് വലിയൊരു അബദ്ധം തന്നെ പറ്റുന്ന ആനന്ദ് അത് കൂട്ടുകാരൻ്റെയാണ് കൊടുക്കുന്നത്. എനിക്ക് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് പരിചയമുള്ള ആൾക്കാരാണ്, ഞാൻ ഈ വള കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലറിയും, വീട്ടിൽ പ്രശ്നമാകും, അതുകൊണ്ട് നീ ഒന്ന് കൊണ്ട് പണയം വെക്കണം. കൂട്ടുകാരായിട്ട് ശരിക്കും കുടുങ്ങി പോകുന്നത്. അവിടെ പണയം വെക്കാൻ പോകുമ്പോൾ പോലീസ് വരുന്നുണ്ട്, ഇത് മുക്കുപാണ്ടാണെന്നൊക്കെ പ്രശ്നവും കാര്യമൊന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവിയുടെ ആ ഒരു ചെറിയൊരു കള്ളത്തരം ചെറുതായിട്ടാണെങ്കിലും ആനന്ദ് മനസ്സിലാക്കുക. അപ്പൊ ആ ദേവി ഇങ്ങനെയൊക്കെ പറയും കേട്ടോ, അത് ആ സ്വർണ്ണത്തിന്റെ കൂട്ടത്തിൽ ആരാണെങ്കിലും 2-3 റോൾഡ് കൊണ്ട് ഇടുമല്ലോ, ആനന്ദിട്ട് ചോദിക്കാതെ എടുത്തോണ്ട് പോയത് കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീണ്ടും ദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ പ്രശ്നമൊക്കെ ആക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.